എടാ ഈ സുന്ദരി ചിലർക്ക് കിടന്നു കൊടുത്തപ്പോൾ അവള് നല്ല നടപ്പായടാ. അതാടാ ഈ സുന്ദരിയെ കണ്ടപ്പോ മന്ത്രിസഭയിലുള്ളവർക്കൊക്കെ ഒരു കുളിരാടാ ഇപ്പോ. വല്ലാത്ത കുളിരാണ്. ഇവളാണ് ഷെറി ആർണവർ വധക്കേസിലെ പ്രതിയാണ് ഇവൾ. ഇവക്ക് 3 ജീവപര്യന്തമാണ് ഉള്ളത്. 3 ജീവപര്യന്തത്തില് 14 വർഷമായപ്പോ മോചനത്തിനായി മന്ത്രിസഭ അങ്ങോട്ട് ഒപ്പുവെച്ച്. അത് ശരി. അങ്ങനെയാണ് സംഭവം. എടാ ഈ ഷെറിന് വേണ്ടിയുണ്ടല്ലോ ഗണേശ ഭഗവാന്റെ കാരുണ്യം ഉണ്ടോ. അത് ശരി. ഗണേശ ഭഗവാനെ. അപ്പൊ ഈ ഗണേശ ഭഗവാന്റെ കാരുണ്യം എന്ന് പറഞ്ഞാൽ ഷെറിന് ഇപ്പൊ ഉണ്ട്. കുറച്ചു നാൾ കഴിയുമ്പോൾ നമ്മുടെ കഷായം ഗ്രീഷ്മയ്ക്കും ഇതേ കാരുണ്യം കിട്ടും. ഈ ഭഗവാൻ എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുവാന്നോട്. സൗന്ദര്യമുള്ള പെണ്ണുങ്ങൾക്കൊക്കെ ഈ ഭഗവാൻ ഭയങ്കരമായിട്ട് അനുഗ്രഹം കൊടുക്കും. ഇങ്ങോട്ട് എടാ ഈ DIG പ്രദീപ് എന്ന് പറഞ്ഞൊരു സാറുണ്ട്. ഈ സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷെറിനെ വിളിച്ചോണ്ട് പോകും രാത്രി. എന്നിട്ട് 1.5 മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ചുണ്ടാക്കും ജയിലിനകത്ത്. 1.5 മണിക്കൂർ പൂജയാണ്. അവര് ഭയങ്കര പൂജ ചെയ്യൊക്കെ. അതുകൊണ്ട് തന്നെ ജയിലിൽ പോകാൻ താല്പര്യമുള്ള സുന്ദരികളായ സ്ത്രീകളുണ്ട്. സ്ത്രീകളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചോ. നമ്മുടെ മന്ത്രിസഭയിലായാലും നമ്മുടെ പല പല ആൾക്കാർക്കായാലും ഒരു താല്പര്യം തോന്നും. അതുകൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്ത് ദയവ് ചെയ്ത് ജയിലിൽ പോകരുതിലൂടെ. പോയാൽ ഇതുപോലുള്ള പൂജകൾക്ക് വിധേയാവും. പിന്നെ 14 വർഷം കിടന്നാൽ മതി. എന്ത് കുറ്റം ചെയ്താലും അവര് ഒപ്പുവെക്കും. അതാണ് മാത്രമല്ല സാറുമാരെ കൂടെ കിടക്കേണ്ടി വരും. കിടന്ന് കൊടുത്തിട്ടായാലും നിങ്ങൾക്ക് വെളിയിറങ്ങാൻ പറ്റും. ഗണേശ ഭഗവാനെ.